പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ദേശീയ സാങ്കേതിക വിദ്യാ ദിനമായ ഇന്ന് ഒരു സാങ്കല്പിക നിർമ്മിത ബുദ്ധി കഥ കേൾക്കൂ. സ്വരരാഗം. മുത്തച്ഛൻ്റെ പഴയ തറവാട്ട് വീടായിരുന്നു ഉണ്ണി എന്ന് വിളിക്കുന്ന ഹിരൺ ശങ്കറിൻ്റെ ലോകം. മഴ പെയ്താൽ ചോരുന്ന പഴയ ഓടിട്ട വീട്, വരാന്ത, മുറ്റത്ത് നിൽക്കുന്ന ചക്കരമാവ്, ക്ഷേത്രത്തിൽ നിന്ന് മുഴങ്ങിക്കേൾക്കുന്ന ഭക്തി സംഗീതം. പക്ഷേ ഉണ്ണിയുടെ കണ്ണുകൾ എല്ലായ്പ്പോഴും മറ്റൊരു ലോകത്തെയായിരുന്നു തേടിയത്. ആകാശത്തിലെ നക്ഷത്രങ്ങൾ, റേഡിയോയുടെ ഉള്ളിലെ ശബ്ദം, മൊബൈൽ ഫോണിൻ്റെ പ്രവർത്തനം എല്ലാം അവനെ അത്ഭുതപ്പെടുത്തി. ഈ കുട്ടി എപ്പോഴും ഫോണിൽ കുത്തിയിരിപ്പാണല്ലോ, അമ്മ അസ്വസ്ഥതയോടെ പറയും. പുറത്തു പോയി കൂട്ടുകാരോടൊക്കെ കളിക്കൂ, അച്ഛൻ ഇടയ്ക്കിടെ ഉപദേശിക്കും. മുത്തശ്ശി ചിരിച്ചുകൊണ്ട് ചോദിക്കും, ഈ ലാപ്ടോപ്പിൽ നിന്ന് വല്ല നിധിയും കിട്ടുമോ ഉണ്ണി? അത് കേട്ട് ഉണ്ണി ഒന്ന് ഊറിച്ചിരിക്കും. പിന്നെ വീണ്ടും തൻ്റെ ചെറിയ മുറിയിലേക്ക് മടങ്ങും. അവിടെ പഴയ മേശപ്പുറത്ത് ഒരു ലാപ്ടോപ്പ്, ചിതറിക്കിടക്കുന്ന വയറുകൾ, നോട്ട് ബുക്കുകൾ, പുസ്തകങ്ങൾ, ചെറിയ സർക്യൂട്ടുകൾ, അവയായിരുന്നു അവൻ്റെ കൂട്ടുകാർ. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ ശാസ്ത്രവും നിർമ്മിത ബുദ്ധിയും അവനെ ആകർഷിച്ചിരുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന വാക്കുപോലും പരിചയമില്ലാത്ത ലോകത്ത് ആ കാലത്ത് അവൻ ശാസ്ത്രജ്ഞരുടെ വീഡിയോകൾ കണ്ടും പുസ്തകങ്ങൾ വായിച്ചും സ്വയം പഠിച്ചു. ആരും അതിനെ വിലവച്ചില്ലെന്ന് മാത്രം. ഒരു ദിവസം മുത്തശ്ശന് ചെറിയൊരു അസ്വസ്ഥത അനുഭവപ്പെട്ടു. പ്രായമായതുകൊണ്ട് പലപ്പോഴും ശ്വാസം മുട്ടലും തലചുറ്റലും ഉണ്ടാകാറുണ്ടായിരുന്നു. ഉണ്ണി ഒരു കാര്യം ശ്രദ്ധിച്ചു. മുത്തശ്ശൻ്റെ ശബ്ദത്തിലെ ചെറിയ മാറ്റങ്ങൾ അവൻ ശ്രദ്ധിച്ചു. അവൻ്റെ മനസ്സിൽ ഒരാശയം ഉദിച്ചു. ഒരു മനുഷ്യൻ്റെ ശബ്ദം കേട്ടാൽ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്ന സംവിധാനമുണ്ടോ? അങ്ങനെ ഉണ്ടാക്കിയാലോ? അവൻ ദിവസങ്ങളോളം ഗവേഷണം നടത്തി. രാത്രികൾ പകലാക്കി. ഗ്രാമം ഉറങ്ങുമ്പോഴും ഉണ്ണിയുടെ മുറിയിലെ വെളിച്ചമണിഞ്ഞില്ല. അമ്മ പലപ്പോഴും ഭക്ഷണം കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ചു പോകും. മതി മോനെ, കണ്ണ് കേടാവും എന്ന് പറയുമ്പോൾ, ഇനി കുറച്ചുകൂടി അമ്മേ എന്നായിരുന്നു അവൻ്റെ മറുപടി. മാസങ്ങൾ കഴിഞ്ഞു. ഒടുവിൽ ഒരു ചെറിയ ഉപകരണം അവൻ മൊബൈൽ ഫോണിനോട് ബന്ധിപ്പിക്കാവുന്ന വിധത്തിൽ തയ്യാറാക്കി. ആ ഉപകരണം ഒരാളുടെ ശബ്ദവും ശ്വാസവും ഒക്കെ വിശകലനം ചെയ്ത് ആരോഗ്യ പ്രശ്നങ്ങൾ മുൻകൂട്ടി അറിയിക്കും. പ്രത്യേകിച്ച് ഡോക്ടറെ എളുപ്പത്തിൽ ലഭിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ അത് വലിയ സഹായകമായിരുന്നു. ആദ്യമായി പരീക്ഷിച്ചത് മുത്തശ്ശനിലായിരുന്നു. മുത്തശ്ശ, ഒന്ന് സംസാരിച്ചോളൂ, ഉണ്ണി പറഞ്ഞു. മുത്തശ്ശൻ ചിരിച്ചു. വന്ന് എൻ്റെ ശബ്ദം ഫോണിലൂടെ മാത്രം കേൾക്കാനാണോ ഉണ്ണി നിനക്കിഷ്ടം? അല്പസമയത്തിനുള്ളിൽ സ്ക്രീനിൽ മുന്നറിയിപ്പ് തെളിഞ്ഞു. ശ്വാസകോശവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് സാധ്യത. വീട്ടുകാർ ഉടൻ ആശുപത്രിയിലെത്തി. പരിശോധനയിൽ ഡോക്ടർ പറഞ്ഞു, കുറച്ച് ദിവസങ്ങൾ കൂടി വൈകിയിരുന്നെങ്കിൽ സ്ഥിതി ഗുരുതരമായേനെ. ആ നിമിഷം എല്ലാവരും നിശബ്ദമായി ഉണ്ണിയെ നോക്കി. എപ്പോഴും ഫോൺ നോക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ അച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അമ്മ ഉണ്ണിയുടെ തലയിൽ കൈവച്ചു. മുത്തശ്ശി കണ്ണീരോടെ പറഞ്ഞു, ഞങ്ങൾ കണ്ടത് ഫോണിലേക്ക് നോക്കുന്ന ഒരു കുട്ടിയെ മാത്രമായിരുന്നു. നീ മനുഷ്യരെ രക്ഷിക്കാനുള്ള വെളിച്ചം കണ്ടെത്തുകയായിരുന്നു അല്ലേ ഉണ്ണി? ആ വാർത്ത മാധ്യമങ്ങളിൽ നിറഞ്ഞു. പലരും അവനെ തേടി വന്നു. ഒരു ദിവസം മുറ്റത്തിരുന്ന് ആകാശം നോക്കിക്കൊണ്ടിരുന്ന ഉണ്ണിയോട് അച്ഛൻ ചോദിച്ചു, മോനെ, അടുത്ത സ്വപ്നം എന്താണ് നിന്റെ? ഉണ്ണി പറഞ്ഞു, ശാസ്ത്രം മനുഷ്യന് ഭയമുണ്ടാക്കാനല്ല അച്ഛാ, പ്രതീക്ഷ നൽകാനാണ്. എപ്പോഴും ഫോൺ നോക്കിയിരിക്കുന്നത് ശരിയല്ല എന്നെനിക്കറിയാം. പക്ഷേ ഇനിയും പലർക്കും ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യണം. മാവിലകളിലൂടെ കാറ്റ് മെല്ലെ വീശി. ആ ചെറിയ ഗ്രാമത്തിൽ ഒരു ബാലൻ്റെ സ്വപ്നം അനേകം മനുഷ്യരുടെ ജീവിതത്തിലേക്ക് വെളിച്ചമായി മാറുകയായിരുന്നു.